എടി രമണി, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പൈപ്പിത്തെ വെള്ളം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കരുതെന്ന്. അടുക്കള എന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്ത് ഈ കാണുന്നത്? അതെ ഏമാനെ, എനിക്ക് തീരെ വയ്യ, ഞാൻ വീട്ടിലോട്ട് പോയിക്കോട്ടെ. എടി വീട്ടിലോട്ട് പോയിക്കോട്ടെ ചോദിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാടി നീ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അത് പിന്നെ ഏമാനെ, വീട്ടിൽ നിന്ന് വരുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് വയ്യായിക കൂടിയ പോലെ തോന്നുന്നു. എനിക്ക് തലയൊക്കെ കറങ്ങുന്നു ഏമാനെ. എടി നിന്റെ കാലിൻ ചോട്ടാണോടി ഞാൻ നിൽക്കുന്നത്? എന്റെ മുഖത്ത് നോക്കി വർത്താനം പറയടി. എന്തിനാ ഏമാനെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത്രയും കാലം ഞാൻ ഇവിടെ തന്നെയല്ലേ പണിയെടുത്തത്, ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഇന്ന് എനിക്ക് തീരെ വയ്യ ഏമാനെ, ഞാൻ പോയിക്കോട്ടെ ഏമാനെ. എടി അപ്പൊ പിന്നെ നീ ചെയ്തു വെച്ച ബാക്കി പണിയൊക്കെ ആര് ചെയ്യുന്ന വെച്ചിട്ടാടി? എന്താ ഞാൻ ചെയ്യുന്ന വെച്ചിട്ടാണോ? അയ്യോ അങ്ങനെയൊന്നും അല്ലേ ഏമാനെ, എന്നെ ഒന്ന് മനസ്സിലാക്കി. എനിക്ക് വയ്യ ഏമാനെ, ഞാൻ പോയിക്കോട്ടെ. എടി കരഞ്ഞ് കണ്ണീരൊന്നും ഒലിപ്പിക്കാൻ നിൽക്കണ്ട. നീ പോവണ്ടെന്ന് പറഞ്ഞാൽ പോവണ്ട. ഇവിടുത്തെ പണികളെല്ലാം ചെയ്യണം. എന്നിട്ട് നീ കാട്ടിൽ പോയിട്ട് കുറച്ച് വിറകുകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് നീ പോയാൽ മതി കേട്ടോ. അയ്യോ ഏമാനെ, കാട്ടിലേക്കൊന്നും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പോവാൻ സാധിക്കില്ല. എടി അഹങ്കാരി, നിനക്ക് പോവാൻ പറ്റില്ല അല്ലേ? ഞാൻ പറഞ്ഞ നിനക്കിപ്പോ ഒന്നും കേൾക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. കൊള്ളാലോ, നീ ഇപ്പൊ വന്ന് എന്നെ ധിക്കരിക്കാനും തുടങ്ങിയല്ലോ. അയ്യോ ഏമാനെ, അങ്ങനെയൊന്നും ഇല്ല ഏമാനെ. എന്തങ്ങനെയൊന്നും ഇല്ലാന്ന്? നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് പോയിക്കോ. എനിക്ക് 100 വേലക്കാരികളെ കിട്ടും, നീ മാത്രമല്ല എനിക്കുള്ളത്. ഏമാനെ അങ്ങനെയൊന്നും പറയലേ. ഇവിടുത്തെ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളും ജീവിക്കുന്നതെന്ന് യജമാനന് അറിയാലോ. എന്നിട്ടാണോടി ധിക്കാരി നീ എന്നോട് സംസാരിക്കുന്ന രീതിയിൽ വ്യത്യാസം വരുന്നത്? നിനക്ക് ഞാൻ പറഞ്ഞ ജോലികളെല്ലാം ചെയ്ത് കാട്ടിൽ പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവരാമെങ്കിൽ മാത്രം നിനക്ക് ഇവിടെ ജോലിക്ക് തുടരാം, അല്ലെങ്കിൽ നീ ജോലിക്ക് തുടരണമെന്നില്ല. ഇവിടെ വെറുതെ ശമ്പളം തരാൻ അട്ടിക്ക് അലമാരയിൽ വെച്ചിട്ടൊന്നുമില്ല, മനസ്സിലായോ? ശരി ഏമാനെ, ഞാൻ എല്ലാം ചെയ്യാം. നിനക്ക് വേണമെങ്കിൽ ഇന്നലത്തെ ചോറ് കുറച്ച് ഇരിക്കുന്നുണ്ടാവും, അത് വേണമെങ്കിൽ തിന്നോ. ആ കുറച്ച് മീൻകറി എന്തോ ഇരിക്കുന്നുണ്ട് അവിടെ പഴകിയത്, അത് വേണമെങ്കിൽ എടുത്ത് തിന്നോ. ഇന്നത്തെ ചോറൊന്നും തിന്നാൻ നിൽക്കരുത്, മനസ്സിലായോ? ശരി ഏമാനെ. പിന്നെ ഒരു കാര്യം, പണികൾ കൂടുതലുണ്ട്. ഇരുട്ടുന്നതിന് മുന്നേ എനിക്ക് കാട്ടിലും കൂടെ പോയി വരേണ്ടതാണ് എന്നും വെച്ചിട്ട് ഇവിടുത്തെ പണികൾ ചെയ്യുന്നത് വൃത്തിയില്ലാണ്ട് മറ്റും ചെയ്താ നിനക്ക് ഇന്നത്തെ ശമ്പളം ഞാൻ തരില്ല, പറഞ്ഞില്ലാന്ന് വേണ്ട. ഇല്ല ഏമാനെ, ഞാൻ നല്ല വൃത്തിയിൽ ചെയ്തിട്ട് പോയിക്കോളാം. അങ്ങനെ പോയാൽ നിന്നു എങ്കിൽ വേഗം എല്ലാ പണികളും ചെയ്ത് തീർക്ക്. ഏമാനെ. ഈശ്വര, എന്തെങ്കിലും ഒരു നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ചേട്ടൻ എന്നെ വിട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. ദൈവമേ. എടി എന്താ ഏമാനെ? എൻ്റെ റൂമിലെ ബാത്റൂം കൂടി ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. ഏമാനെ. എൻ്റെ ഈശ്വര, ഇത്രയ്ക്ക് മനസ്സ് കല്ലാണോ ഇവരുടെ? എൻ്റെ ദൈവമേ, അങ്ങനെ ഇങ്ങനെ ബാത്റൂം കഴുകി കഴിഞ്ഞു. എന്തായടി നിന്റെ ബാത്റൂം കഴുകി കഴിഞ്ഞോ? ഏമാനെ, കഴുകി കഴിഞ്ഞു. നിന്റെ ഈ കള്ളപ്പൂം കണ്ണീര് നിർത്താനായില്ലേ? ശരി, നിന്റെ ഇന്നത്തെ ജോലി കഴിഞ്ഞു. ഇനി പോയിട്ടേ കാട്ടിൽ പോയിട്ട് വിറക് കൊണ്ടുവന്ന് വെച്ചിട്ട് നേരെ വീട്ടിൽ പോയിക്കോ. ഏമാനെ, ഞാൻ കാട്ടിലോട്ട് നാളെ പോയാൽ പോരെ? കുട്ടികൾ സ്കൂൾ വിട്ട് വരാൻ സമയമായില്ലേ? ഞാൻ വീട്ടിൽ പോയിട്ട് വേണം അവർക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും, പിന്നെ അവർക്ക് വിശപ്പും ഉണ്ടാവും ഏമാനെ. പിന്നെ നിന്റെ കുട്ടികൾക്കല്ലേ വിശപ്പ്? നിന്റെ കുട്ടികൾ വിശപ്പ് സഹിക്കാനൊക്കെ കഴിയുന്ന കുട്ടികളല്ലേ? അതൊന്നും കുഴപ്പമില്ല ഏമാനെ. മാനെ, അവരെപ്പോഴും വിശന്ന് ജീവിക്കുന്ന കുട്ടികളല്ലേ? മരിക്കണവരെ അങ്ങനെ തന്നെ ജീവിക്കേണ്ടവരല്ലേ? അപ്പൊ കുറച്ച് വിശപ്പൊക്കെ സഹിച്ചോളും. പോയിക്കോ നീ കാട്ടിക്ക്. എടി നിന്നോടല്ലേ പോവാൻ പറഞ്ഞേ? ശരി ഏമാനെ. എങ്കിൽ ഞാൻ കാട്ടിൽ നിന്ന് വരുന്നത് വരെ കുട്ടികളെ ഇവിടെ ഇരുത്താമോ ഏമാനെ? പിന്നെ വേറെ പണിയില്ല. അവരെ ഏതെങ്കിലും ഒരു മുക്കിൽ ഇരുന്നോളൂ ഏമാനെ. അല്ലെങ്കിൽ എനിക്ക് പോയി വരുന്നത് വരെ ആദ്യമായിരിക്കും മനസ്സിൽ. ഇവിടെ ആകുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ.
ഓ പിന്നെ നിന്റെ മക്കളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേണം വീടാകെ നാശാക്കാൻ. സോഫയിലേക്ക് കയറിയ നാറ്റം പോവോ നിന്റെ മക്കളുടെ നിന്റെയൊക്കെ? അവരാ വീട്ടിൽ കടഞ്ഞുകൂടി ഇരുന്നോളൂ. നീ വേഗം പോയിട്ട് വാ. നീ ഇങ്ങനെ പറഞ്ഞിട്ട് സമയം കളയണ്ട. എങ്കിൽ ഞാൻ വേഗം പോയിട്ട് വരട്ടെ ഏമാനെ. അതല്ലടി നിന്നോട് ഞാൻ ഇത്ര നേരമായിട്ട് പറയുന്നത്. ശരി ഏമാനെ. ഓ പിന്നെ അവളുടെ മക്കളെ വീട്ടിനകത്തേക്ക് കയറ്റാനോ? പിന്നെ വേറെ പണിയില്ല. എൻ്റെ ദൈവമീനി നടന്ന് നടന്ന് ഞാൻ എപ്പോൾ എത്താനാ? എപ്പോൾ വിറക് ശേഖരിച്ചിട്ട് വീട്ടിലോട്ട് പോവാനാണ്? നടന്ന് നടന്ന് വയ്യാണ്ടായി. ഇനി കുറച്ച് ഇരിക്കട്ടെ എവിടെയെങ്കിലും. എൻ്റെ ഈശ്വര, എൻ്റെ മക്കളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവുമല്ലോ ദൈവമേ. ഒന്ന് എടുത്ത് തിന്നാൻ പോലും ആ വീട്ടിലൊന്നും ഇല്ലാണ്ടായി പോയല്ലോ ഈശ്വര. എന്തിനാ ദൈവമേ ഞങ്ങളെ നീ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇവിടെയാണെങ്കിൽ ഒരു തുണ്ട് വിറകിൻ്റെ പൊടി പോലും ഇല്ല. ഈ മരത്തിലേക്ക് കൊമ്പ് വെട്ടണമെങ്കിൽ ഞാൻ കത്തി പോലും എടുത്തിട്ടില്ലല്ലോ ദൈവമേ. ഇനി വരണ്ട, ഞാൻ വീട്ടിലോട്ട് പോയ യജമാനൻ എന്നെ ചീത്ത പറയുമല്ലോ. ഈശ്വര, പകല് മാന പോവാനായല്ലോ, ഇരുട്ടി തുടങ്ങിയല്ലോ. ഇനി എന്ത് ചെയ്യും? കയ്യും വീശി പോകാല്ലേ? ഇതേതാ എൻ്റെ ദൈവമേ സ്ഥലമൊക്കെ മാറിപ്പോയെന്ന് തോന്നുന്നു. ഇനി ഇവിടെ നിന്ന് ആപത്താണ്. വേഗം പോയേക്കാം. അവിടുന്ന് ഇവിടുന്ന് എന്തെല്ലാം ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഈശ്വര. പുലിയും മാനയൊക്കെ ഇറങ്ങുന്ന സമയമാണെന്ന് തോന്നുന്നു. ഇതാണെങ്കിൽ നടന്നിട്ടും എത്തുന്നില്ലല്ലോ ദൈവമേ. ഹായ്, നല്ല രസമുള്ള സ്ഥലം. ഇതേതാണോ സ്ഥലം? ഇതിപ്പോൾ വന്ന വഴിയൊന്നല്ലല്ലോ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. പിടിച്ച വീട്ടിൽ നിന്ന് മാറിയപ്പോൾ തന്നെ എന്തൊരു ആശ്വാസമാണ്. എൻ്റെ മക്കളുടെ കാര്യം ആലോചിക്കുമ്പോഴേ ഞാൻ വേഗം വീടെത്തട്ടെ. ഇതേതാ ദൈവമേ സ്ഥലങ്ങൾ ഇങ്ങനെ മാറി മാറി വരിക എന്നല്ലാതെ എത്തുന്നില്ലല്ലോ വീട്. ഇനി ഗ്രാമത്തിലോട്ട് എത്താൻ എത്ര നേരം എടുക്കൂ എന്തോ ഈശ്വരൻ അറിയാം. ദൈവമേ, എൻ്റെ മക്കൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ടാവും അമ്മയെ കാണാത്തത് എന്താണെന്നും വെച്ചിട്ട്. നിങ്ങളോട് ആരാ പറഞ്ഞ് ചോദിക്കാതെ അകത്തേക്ക് കയറാനേ? അതെ ഏമാനെ, അമ്മ ഇത്രയും നേരമായിട്ട് വീട്ടിലോട്ട് വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ച് വന്നതാ. അമ്മ ഇവിടെ ഉണ്ടോ ഏമാനെ? ആ, നിങ്ങളുടെ അമ്മ കാട്ടിക്ക് പോയിക്കോ കുറച്ച് വിറക് കൊണ്ടുവരാന്. അത് കൊണ്ടുവന്നിട്ട് വരും. വീട്ടിൽ പോയിക്കോ. ഏമാനെ, അമ്മ വരുന്നവരെ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോട്ടെ. നിങ്ങളോടല്ലേ പറഞ്ഞ വീട്ടിലോട്ട് പോവാൻ? ഇവിടെ ഇരിക്കാനൊന്നും പറ്റില്ല. പിന്നെ അങ്ങനെ നാശമാക്കാൻ വേണ്ടിയിട്ട് പോയേ വീട്ടിലേക്ക്. അമ്മ വന്നു വെച്ചാൽ പറഞ്ഞു വിടാ. ഓ, ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോട്ടെ എന്ന്. ഇതിനകത്തേക്ക് കയറാനുള്ളതേ നിങ്ങൾക്കില്ല. പിന്നെയാണല്ലോ ഇനി ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് പോയ അവിടുന്ന്. അയ്യോ, അങ്ങനെയൊന്നും വിചാരിക്കില്ലേ ഏമാനെ. ഇനി അമ്മ വന്ന ഒറ്റയ്ക്ക് വരണ്ട അതുവരെ. അതുകൊണ്ടാണ് ഞങ്ങളും കൂടെ ഇവിടെ ഇരിക്കട്ടെ പറയണം. അമ്മ വന്ന ഒരുമിച്ച് ഞങ്ങൾക്ക് പോവാലോ. ഏമാനെ, കുറച്ച് കുടിക്കാൻ വെള്ളം തരാവോ? ഞങ്ങൾ സ്കൂളിൽ വിട്ട് വന്നിട്ട് കുറേ ഞങ്ങൾക്ക് വിശക്കുന്നു. എന്തെങ്കിലും തരുമോ? ഇന്നലത്തെ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരുമോ? കളയാൻ വെച്ചത് മതി ഏമാനെ. ഓ നാശങ്ങള്, എന്തൊരു സാധനങ്ങളാണ്. നിങ്ങൾക്ക് കളയാൻ വെച്ചതും ഇല്ല, ഇന്നത്തെ ഇല്ല എന്നത്തെ ഇല്ല. ഒന്ന് വേഗം പോയേ. അട്ടനെ പോലെ ഒട്ടി നിൽക്കാതെ. എങ്കിൽ ഞങ്ങൾക്കൊന്നും വേണ്ട ഏമാനെ. അമ്മ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോവാം. അതുവരെ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോട്ടെ. ഞങ്ങൾ നിലത്തേ ഇരിക്കുക ഏമാനെ. ഓ, ഈ നാശങ്ങളോട് പോവാൻ പറഞ്ഞ പോവൂല്ല. ആ പെണ്ണാണെങ്കിൽ വരണമില്ലല്ലോ ദൈവമേ. ഏമാനെ, ഓ നീ വന്നോ? നിന്റെ മക്കള് കൊള്ളാലോ. നീ വന്നാലേ പോവുള്ളൂ എന്ന് പറഞ്ഞ് ഷാട്ടിയും പിടിച്ച് നിൽക്കുമായിരുന്നു ഇത്ര നേരം ഇവര്. അമ്മ വന്നിട്ട് പോവാന്ന് പറഞ്ഞതാ, വേറൊന്നും ഞങ്ങൾ പറഞ്ഞില്ല അമ്മ. നീ എന്തായി കാട്ടിൽ പോയിട്ട് വിറക് ശേഖരിച്ചോ? കുറച്ച് വിറകൊക്കെ ശേഖരിച്ചു യജമാനെ. പക്ഷെ എന്നെക്കൊണ്ട് അത് ഇവിടം വരെ എത്തിക്കാൻ സാധിച്ചില്ല. ഞാനൊരു മരച്ചോട്ടിൽ വെച്ചിരിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നിയപ്പോൾ ഞാൻ എടുക്കാൻ നിന്നില്ല. പിന്നീട് വേറെ വല്ലതും ആയാലോ എന്ന് വെച്ച് ഞാൻ അവിടെ വെച്ചിട്ട് വന്നു യജമാനെ. പിന്നെ എന്തിനാടി കുലുങ്ങി നീ കാട് വരെ പോയത്? ഇതിനു വേണ്ടിയിട്ടാണോ? കണ്ടില്ല, അമ്മനെ പോലെ കള്ളക്കണ്ണീര് മക്കൾക്കും ഉണ്ടല്ലോ. നിർത്തട ചെക്കാ നിന്റെ പൂങ്കണ്ണീര്. അമ്മേ വാ നമുക്ക് പോവാം. അമ്മ വാ നമുക്ക് പോവാം. ഏമാനെ, എൻ്റെ ഇന്നത്തെ കൂലി തന്ന ഞങ്ങൾക്ക് പോവായിരുന്നു. പോണ വഴിക്ക് വേണം അരിയും വല്ല സാധനവും വാങ്ങിയിട്ട് മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ. പാവം എൻ്റെ മക്കൾ സ്കൂളിൽ വിട്ടു വന്നിട്ട് ഒന്നും ഈ നേരം വരെ കഴിച്ചിട്ടില്ല. ഓ
ഓ എൻ്റെ മക്കള് എൻ്റെ മക്കള് എൻ്റെ മക്കള്. എന്താ ഇവിടെ ഞങ്ങൾക്കൊന്നും മക്കളില്ല, നിനക്ക് മാത്രം ഉണ്ടല്ലോ മക്കളും കുട്ടികളും. പറയുന്നില്ല ഞാൻ. ഞങ്ങൾ പണക്കാരും മക്കളെ എത്രത്തോളം സ്നേഹിക്കുന്നില്ല, പിന്നെയല്ലേ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത നീ ഇങ്ങനെ മക്കളെ സ്നേഹിക്കുന്നത്. എന്തിനാ ഏമാനെ ഓരോന്ന് പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എനിക്ക് എൻ്റെ കൂലി തന്നാൽ പോവായിരുന്നു. ഓ അവളുടെ ഒരു നക്കാപ്പിച്ച കൂലി ഇപ്പൊ കൊണ്ടുവരാം. എന്നാ പിടിച്ചോ നിന്റെ കൂലി. യജമാനെ ഇന്നത്തെ കൂലി 350 രൂപയല്ലേ? ഇതിലാകെ 250 രൂപയുള്ളല്ലോ യജമാനെ. ബാക്കി 100 രൂപ എവിടെ യജമാനെ? എനിക്ക് മുഴുവനും താ യജമാനെ. ഓ പിന്നെ നിന്നെ ഞാൻ കാട്ടിലേക്ക് വിട്ടത് വിറക് ശേഖരിക്കാനാണ്. എന്നിട്ട് നീ വിറകൊന്നും കൊണ്ടുവന്നില്ലല്ലോ, കയ്യും വീശിയിട്ടല്ലേ വന്നേ ഇവിടുന്ന് അങ്ങോട്ട് പോയ മാതിരി. അപ്പം അതൊക്കെ മതി. നീ എന്ന് വിറകും കൊണ്ട് വരുന്ന അപ്പം നിന്റെ ആ 100 രൂപ കൂടെ ഞാൻ ചേർത്ത് തരും, അല്ലാണ്ടൊന്നും ഞാൻ തരില്ല. മര്യാദക്ക് കിട്ടിയതും വെച്ച് പോയിട്ട് മക്കൾക്ക് എന്താ വെച്ച തിന്നാൻ കൊടുക്കും പോ. ഇത്രയ്ക്ക് ക്രൂരമായി പെരുമാറുന്ന നിങ്ങളെ നോക്കിക്കോ, ദൈവം ഉറപ്പായും ശിക്ഷിക്കും. എടി എൻ്റെ വീട്ടിൽ നിന്നിട്ട് നീ എന്നെ പ്രാഗും ശപിക്കും ചെയ്യുന്നോ? ഇറങ്ങടി പുറത്ത്, ഇറങ്ങിക്കോ. നാളെ മൂലം ആരും ജോലിക്ക് വേണ്ട, നിന്റെ 100 രൂപ ഞാൻ തരൂല്ലടി, പോയിക്കോ. അമ്മ വാ നമുക്ക് പോവാ, ഇവരുടെ കാലിൻ ചോട്ടി കിടന്ന് ഇങ്ങനെ അനുഭവിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. വേടാ അപ്പു നടക്ക്.